നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായി ഒരു കലക്ടർ മലപ്പുറം ജില്ലയിലെ VR വിനോദ് സാറിൻ്റെ വസതിയിലാണ് ഇപ്പോൾ മിഥുന പബ്ലിക്കേഷൻസിൻ്റെ ഇത്തിരി നേരം. അപ്പോൾ അദ്ദേഹത്തിനായിട്ട് സംസാരിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ചായയും കടിക്കും പറഞ്ഞാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകം അനുയായിയോട് പറയുകയുണ്ടായി, എണ്ണയില്ലാത്ത കടിയും മധുരമില്ലാത്ത ചായയും മതി. അപ്പം ഞാൻ എണ്ണയില്ലാത്ത കടി നമ്മുടെ മലപ്പുറത്ത് ഇനി എന്താ വരിക എന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ എണ്ണയില്ലാത്ത കടി വന്നു, അത് അടയാണ്. പിന്നെ ചായയും വന്നു. അപ്പോൾ ഇതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അത്രത്തോളം പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണത്. അത് ഈ വ്യാപാരികളുമായി കൂട്ടി ചെയ്തിട്ടും അതുപോലെ തന്നെ എല്ലാ പ്രമുഖരെയുമായും സന്നദ്ധ സംഘടനകളൊക്കെയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നമ്മുടെ മധുരം കുറയ്ക്കുക, ഉപ്പ് കുറയ്ക്കുക എന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മധുരം ചില ആളുകൾക്ക് ശരീരത്തിൽ വേണം, എങ്കിലും അമിതമായി വേണ്ട എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ്, ഡയാലിസിസ് പേഷ്യൻസ് എല്ലാം ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ ഞാനിപ്പോൾ അടുത്ത ഒരു ദിവസം കോഴിക്കോട്ട് പോയപ്പോൾ അവിടെ ഒരു ഡോക്ടർ പറയുകയുണ്ടായി, കുടൽ ക്യാൻസർ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ വടക്കൻ കേരളത്തിലാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ നമ്മുടെ ഈ ആരോഗ്യം സംരക്ഷിക്കുവാനായി നമുക്ക് ഇവിടെ നമ്മളോടൊപ്പമുള്ള കലക്ടറോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. നെല്ലിക്ക എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ തുടങ്ങുകയുണ്ടായി. ഈ പദ്ധതിക്ക് നല്ലൊരു റെസ്പോൺസാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചത്. ഈ പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മളെല്ലാം അറിയാതെ നമ്മൾ ആവശ്യത്തിലധികം പഞ്ചസാരയും ഉപ്പും എണ്ണയും കളർ ചേർത്ത ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അത് കുറച്ചു കൊണ്ടുവരുന്നത് ഇതിനു വേണ്ടിയുള്ള നടപടികളാണ്. പഞ്ചസാരയും ഉപ്പിൻ്റെയും എണ്ണയുടെയും അമിതോപയോഗം കൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കണം. അതോടൊപ്പം തന്നെ മധുരവും എണ്ണയും ഉപ്പും കുറച്ച ഭക്ഷണങ്ങൾ ഹോട്ടലുകളിലും ബേക്കറികളിലും ലഭ്യമാക്കണം. അങ്ങനെ ഉദ്ദേശത്തോടു കൂടി നെല്ലിക്ക പദ്ധതി എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചു. ഇതിനോടൊപ്പം തന്നെ വ്യായാമത്തിന് പ്രാധാന്യം കൊടുക്കുക, മാനസിക വ്യായാമത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നീ കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചു. ഇത് കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് വളരെ ഭംഗിയായി ഈ പദ്ധതി പല മേഖലകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. നോമ്പുകാലത്തിന് മുമ്പ് തന്നെ പല മതനേതാക്കളുമായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് നോമ്പുതുറ സംഗമങ്ങളിൽ തന്നെ ഇത്തരം സംബന്ധിച്ച് ചർച്ചകളുണ്ടായി. പള്ളികളിൽ നിന്ന് പോസിറ്റീവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ കൂട്ടായ്മ, IMA പെരിന്തൽമണ്ണ, IMA മലപ്പുറം, അങ്ങനെ സംഘടനകൾ വഴി എല്ലാ ഡോക്ടർമാരും PHCയിലെ വഴിയൊക്കെ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. റിക്രിയേഷൻ ക്ലബ്ബുകൾ വഴി, റെസിഡൻസ് അസോസിയേഷൻ വഴി, റിട്ടയർ ചെയ്തവരുടെ സംഘടന വഴി, അങ്ങനെ ഒരുപാട് പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്യാനും സാധിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും മെച്ചപ്പെട്ട ഒരു റെസ്പോൺസാണ് കിട്ടിയത്. പലരും ഇത്തരം മധുരവും എണ്ണയും ഉപ്പും കുറച്ചതിന് ശേഷം ഉണ്ടായ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളെപ്പറ്റി എന്നോട് പറയുകയുണ്ടായി. ഒരു സുഹൃത്ത് പറഞ്ഞത്, ഇതിനുശേഷം എനിക്ക് നിരന്തരം വരുന്ന പല രോഗങ്ങളും വരുന്നത് കുറഞ്ഞു. ഒരു സുഹൃത്ത് പറഞ്ഞത്, എൻ്റെ മുട്ടുവേദന കുറഞ്ഞു എന്നാണ്. മുട്ടുവേദന കുറയുന്നതിന് കാരണം പഞ്ചസാര ഉപേക്ഷിച്ചതിന് ശേഷം വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കും. വെയിറ്റ് ലോസിന് വേണ്ടിയും ഏറ്റവും നല്ലൊരു കാര്യമാണ് പഞ്ചസാര ഉപേക്ഷിക്കുക, എണ്ണ കുറയ്ക്കുക എന്നുള്ളത്. നമ്മളറിയാതെ തന്നെ വെയിറ്റ് കുറയും. മറ്റ് ഭക്ഷണം നിയന്ത്രണം ഇല്ലാതെ തന്നെ പഞ്ചസാരയും ഉപ്പും എണ്ണയും കുറയ്ക്കുന്നതിലൂടെ വെയിറ്റ് ലോസും സഹായിക്കും. അങ്ങനെ വളരെ പോസിറ്റീവായി, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളധികം നല്ല പോസിറ്റീവായിട്ടാണ് റെസ്പോൺസ് കിട്ടിയത്. ഒരുപാട് മേഖലകളിലേക്ക് എത്താൻ സാധിച്ചു. വളരെ നന്നായി ഈ ജനങ്ങൾ ഇത് ഏറ്റെടുത്തു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. പിന്നെ സാർ, അതിൽ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ നോമ്പ് കാലങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടല്ലോ, ഈ സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഈ ഹോട്ടലുകളിൽ നമ്മുടെ സമോസ, പഴംപൊരി, എണ്ണക്കടികൾ ഒരുപാടുണ്ട്. ഇതൊക്കെ എന്നും ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്.
അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് റോഡിലേക്ക് ഒരു ഇറക്കി വെക്കൽ. അത് ആൾക്കാർക്ക് തിരക്ക് ഉള്ളത് കൊണ്ടാണോ അതോ എന്താണ് അതിൻ്റെ കാര്യം? അത് ശരിയാണോ? കാരണം നമ്മളെ ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ പൊടിയും ഇതൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫുട്പാത്തുകളിലും മറ്റുമൊക്കെ വെക്കുന്നുണ്ട്. കാരണം ഈ അഴുക്ക് ചാലിൻ്റെ മുകളിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സ്ഥലങ്ങൾ നമ്മളിപ്പോൾ ആധുനിക യുഗത്തിൽ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് സാറിന് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും പുറമ്പോക്ക് സ്ഥലങ്ങളിലും സർക്കാർ സ്ഥലങ്ങളിലേക്കും വ്യാപാര സ്ഥാപനങ്ങൾ വയ്ക്കാൻ പാടില്ല. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്, ഒന്നാമത് സർക്കാർ ഭൂമിയാണ് പുറമ്പോക്കായിട്ടുള്ള റോഡ് സൈഡുമൊക്കെ, അതിലേക്ക് വയ്ക്കാൻ പാടില്ല. അതിന് കർശനമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയുള്ള പ്രശ്നം, റോഡ് സൈഡിലുള്ള തട്ടുകടകളിൽ നിന്ന് കൊടുക്കുന്ന ആഹാരത്തിനെയും സമീപത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ശുചിത്വം എന്തുമാത്രം ഉറപ്പാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. കാരണം പൊടിപടലങ്ങൾ ഭക്ഷണത്തിൽ വരും, പോകുന്ന വണ്ടികളിൽ നിന്നുള്ള എക്സോസ്റ്റിൽ നിന്ന് വരുന്ന പുക, അതിലുള്ള ദോഷകരമായ രാസപദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ ചേരും. ഓടയുടെ മേളിലാണ് വെച്ച് വയ്ക്കുന്നതെങ്കിൽ പല മാലിന്യങ്ങളും ഭക്ഷണത്തിൽ ചേരാനും സാധ്യതയുണ്ട്. അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. വളരെ ശുചിയായ സ്ഥലത്ത് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശുചിത്വമുള്ളവരും മറ്റ് രോഗങ്ങളും ഇല്ലാതെ ഇരിക്കണം. ഇതെല്ലാം രോഗം തടയുന്നതിന് വേണ്ടി വളരെ അത്യാവശ്യം. അല്ല സാർ, ഇതിൽ മറ്റൊരു കാര്യം ചോദിക്കാണ്ട്, ഈ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ഈ അജിനോമോട്ടോ അതുപോലെ തന്നെ പല സാധനങ്ങളും ഇടുമല്ലോ രുചിക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പം വീട്ടിൽ നിന്നെക്കാട്ടും ചിലപ്പോൾ കൂടുതലായിട്ട് ടേസ്റ്റ് ഹോട്ടലത്തെ ഭക്ഷണത്തിനാവും. നമ്മൾ വീട്ടു ഭക്ഷണമാണ് എന്ന് വിചാരിച്ചപ്പോൾ മറ്റുള്ള പോകാൻ തുടങ്ങി. അത് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനാണ്. പക്ഷെ നമുക്ക് കൂടുതലായിട്ട് ആളുകൾ ഇന്നും ഹോട്ടലുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ പഴംപൊരി, സമൂസ, ഉഴുന്നുവട ഇതൊക്കെ കഴിച്ചിരുന്ന സമയത്ത് ഇന്നത്തെ ചെറുപ്പക്കാർ കഴിക്കുന്നത് ഷവർമ, അൽഫാം, ഇതെല്ലാം കൂടി കുറേ ആളുകൾ കൂടിയിട്ടാണ് കഴിക്കുന്നത്. എന്നിട്ട് വൈകുന്നേരം അവർക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മയോ അമ്മയോ അവരോട് പറയും ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ അവർ വേണ്ട നിങ്ങൾ കടന്നോളൂ എന്ന് പറയുന്ന ഒരു അവസരം വരുന്നുണ്ട്. അപ്പോൾ ഇതിന്ന് നമ്മൾ മാറേണ്ടതല്ലേ? നമ്മൾ ഒരിക്കലും ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന് മോശമെന്നല്ല പറയുന്നത്. ഈ പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഹോട്ടലുകളോടും ബേക്കറികളോടും ഒക്കെ ആവശ്യപ്പെട്ടത്, സാധാരണ അവർ ഹോട്ടലിൽ എന്ത് ഭക്ഷണം കൊടുക്കുന്നു അത് കൊടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അതോടൊപ്പം തന്നെ എണ്ണയിൽ പൊരിച്ച പലഹാരത്തിനൊപ്പം എണ്ണയിൽ പൊരിക്കാത്തൊരു ഓപ്ഷനും കൂടെ എല്ലാവർക്കും ലഭ്യമാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഴംപൊരിയും വടയിലും എണ്ണ അധികം ചേരുന്നുണ്ട്. നമ്മൾ ഷവർമ മോശമെന്നോ പഴംപൊരി നല്ലതെന്നോ എന്നും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ജനങ്ങൾക്ക് ലഭ്യമാകുന്ന കാര്യങ്ങളാണ്. പലർക്കും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോൾ ചായ കുടിക്കാൻ പോകുമ്പോൾ അവിടെ എന്താണ് കിട്ടുന്നത് അത് കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഹോട്ടലുകളോടും ബേക്കേഴ്സിനോടും ഒക്കെ ആവശ്യപ്പെട്ടത്, നിങ്ങൾ സാധാരണ കൊടുക്കുന്ന ഭക്ഷണ സാധാരണയോടൊപ്പം തന്നെ ആരോഗ്യകരമായ ഒരു ഭക്ഷണം കൂടെ ഇതിനോടൊപ്പം കൊടുക്കണം. അത് ആവിയിൽ വേവിച്ചതാവാം, മുളപ്പിച്ച പയറോ അങ്ങനെ അതിൽ നിന്നുണ്ടാക്കിയ ഒരു വസ്തുവാകാം, എണ്ണ ചേർക്കാത്ത വസ്തുവാകാം, അങ്ങനെയുള്ളൊരു ഇതിലേക്കാണ് വന്നത്. അപ്പോൾ അതിനോട് ഉദ്ദേശിക്കുന്നത് എണ്ണ കൂടുതലായിട്ട് കഴിക്കുന്നത് അപകടകരമാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും വീണ്ടും വീണ്ടും ചൂടാക്കിയ എണ്ണ കൂടുതൽ ദോഷകരമാണ്. അത് ഉപയോഗിക്കണം, അത് കുറയ്ക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടി ആദ്യം ഹോട്ടലുകളിൽ എത്തുന്നവർ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഹോട്ടലുകൾക്ക് അത് കൊടുക്കാൻ പറ്റൂ. അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നിയന്ത്രണം വേണം. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ നിർദ്ദേശം കൊടുക്കുമ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആരെയെങ്കിലും ഇത് കഴിക്കൂ എന്ന് പറഞ്ഞ് നിയന്ത്രിക്കുന്നത് ശരിയല്ല. ഭക്ഷണം ഓരോരുത്തരുടെയും താല്പര്യമാണ്. പക്ഷേ ഇതിലുള്ള വിപത്തുകളെ പറ്റി ബോധവാന്മാരാകണം. നമ്മളിപ്പോൾ കഴിക്കുന്ന രീതിയിൽ ഉള്ള അത്ര മധുരം കഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പകുതി മധുരം കഴിച്ചാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേസമയം മധുരം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കൂ എന്ന് പറയുന്നത് ആർക്കും പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. ഉപ്പിൻ്റെ കാര്യം, ഉപ്പും കുറച്ച് കൊണ്ടുവരുമ്പോൾ അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇന്ന് ഉപയോഗിക്കുന്നതിൻ്റെ പകുതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അത് ആരോഗ്യത്തിന് നല്ലതാണ്. എണ്ണ ഉപയോഗിക്കുന്നത് കുറച്ച് കൊണ്ടുവരും. അങ്ങനെ ഒരു ശീലം വന്നു കഴിഞ്ഞാൽ ഹോട്ടലുകളിൽ ചെല്ലുമ്പോഴും ഇത് തന്നെ ആവശ്യപ്പെടും. മധുരം കൂടുതലുള്ളൊരു എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ ഒരു പക്ഷേ നമുക്ക് തന്നെ ഇഷ്ടപ്പെടാതെ വരും. കൂടുതൽ എണ്ണയുള്ള ഭക്ഷണം വേണ്ട എന്ന് പറയും. അപ്പോൾ അങ്ങനെ പൊതുജനങ്ങൾക്ക് ബോധം കൊടുക്കണം. അതോടൊപ്പം വ്യാപാരം നടത്തുന്നവരും അതിലേക്ക് മാറ്റം വരുത്തണം. നമസ്കാരം. സാറ് ഉപ്പും മധുരം എല്ലാം കുറയ്ക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അതെല്ലാം അതുപോലെ പ്രവർത്തികമാക്കി. അതുകൊണ്ട് വളരെയധികം സുഖമുണ്ട്. എൻ്റെ ശരീരത്തിൻ്റെ
ചില ബുദ്ധിമുട്ടുകൾ എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. വളരെ നടക്കാനും എല്ലാം പോയപ്പോൾ എനിക്ക് ഡോക്ടറെ കാണേണ്ട ആവശ്യം വരുന്നില്ല. അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ സന്തോഷം. ശരി. നമ്മുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിച്ചേ പറ്റൂ. അപ്പോൾ ഒരുപാട് പേര് പറയും നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും മരിക്കും, അല്ലെങ്കിലും മരിക്കും. അപ്പോൾ നമുക്ക് ഉള്ള സമയം നമുക്ക് ആരോഗ്യത്തോടെ ഇരുന്നൂടെ. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ മലപ്പുറം ജില്ലാ കലക്ടർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പ്രാവർത്തികമാക്കാം. നമുക്ക് ശക്തമായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് നീക്കാം, ആരോഗ്യത്തോടെ ഇരിക്കാം. നെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നീട് മധുരിക്കും. ഇതുപോലെ തന്നെയാണ് ചില സുപ്രധാന കാര്യങ്ങളും. നമുക്ക് കൈകോർത്ത് ആരോഗ്യത്തോടെ ഇരിക്കാം.